പുതിയതായിട്ട് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു ഗ്ലിച്ച് ഉണ്ട്, കുറേ പേർക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ബാർഡർ മെയിൻ ഓഫ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഫ്രീക്വൻസി ഇല്യൂഷൻ ചെറുതായിട്ട് പറയാം. അതായിരിക്കും നല്ലത്. ആ പേര് ഓർത്ത് വയ്ക്കുന്ന ബെറ്റർ, ഫ്രീക്വൻസി ഇല്യൂഷൻ. അതായത് എവിടെ നോക്കിയാലും ഇത് തന്നെ തോന്നും നമുക്ക്. ഇതെന്താ എവിടെ നോക്കിയാലും ഇത് തന്നെ ആണല്ലോ തോന്നാറുണ്ട്. അത് എന്തിനാണ് ഇവിടെ തോന്നുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്ത് കാര്യത്തിനാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുതിയതായിട്ടൊരു വാക്ക് പഠിച്ചു, പ്രൊക്രാസ്റ്റിനേഷൻ. നാളത്തേക്ക് തള്ളി വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അന്ന് വൈകുന്നേരം പത്രം വെറുതെ നോക്കിയ സമയത്ത് അവിടെ ഈ വാക്കുണ്ട് പ്രൊക്രാസ്റ്റിനേഷൻ. എന്താ പ്രൊക്രാസ്റ്റിനകത്ത്? രണ്ടാമത് നമ്മൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുത്തൻ പോസ്റ്റ് ചെയ്തിരിക്കണം സ്റ്റോപ്പ് പ്രൊക്രാസ്റ്റിനേഷൻ. പിന്നെ ഇവിടെ എന്ത് ചെയ്താലും ഇപ്പോൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 2 ദിവസം കണ്ടു എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ, ഞാൻ കണ്ടതിന് ശേഷം ഇത് മൊത്തം ഈ വാക്ക് തന്നെയാണല്ലോ ഇത് സംഭവം. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ വാക്കുകളോ അല്ലെങ്കിൽ പുതിയ കാര്യം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. നമുക്കിത് പുതിയതായിട്ട് നമ്മൾ പഠിച്ച സമയത്ത് ബ്രെയിന് ഓൾറെഡി എന്താ ചെയ്തു കഴിഞ്ഞാൽ, പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ആ സാധനത്തിന് ഹൈ പ്രയോറിറ്റൈസ് കൊടുക്കും. ഓൾറെഡി അവിടെയുള്ള ആ വാക്കിനെയോ ആ കാര്യത്തിനെയോ അത് നമുക്ക് ആവശ്യമില്ലാത്തൊരു ഡാറ്റ ആയിട്ട് നോയ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഇതിനെ ഇഗ്നോർ ചെയ്ത് കളയും. നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മളത് പഠിച്ചതിന് ശേഷം ബ്രെയിൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ അത് കണ്ടാലോ ഒബ്സർവ് ചെയ്യും, കൂടുതൽ ശ്രദ്ധ കൊടുക്കും അതിലേക്ക്. അതിനെയാണ് ഇതിനെ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇത് കൺഫേം ചെയ്യണം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അത് കൺഫർമേഷൻ ബയസ് വെച്ചിട്ടാണ്. 2 ദിവസം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടു. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇത് സത്യമാണ്, ഞാനിത് അറിഞ്ഞതിന് ശേഷം ഇത് എല്ലായിടത്തും വന്നിട്ടുണ്ട്, അതുകൊണ്ട് സത്യമാണ്.